ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് വിവാദത്തിൽ വിശദീകരണവുമായി CPM. NOC നിഷേധിച്ചതിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തങ്ങൾ ഭൂമി കയ്യേറിയിട്ടില്ല, നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്നും വർഗീസ് പറഞ്ഞു. ആ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആഫീസ് പൊളിച്ച് അതിനെ റോഡുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പോപ്പറച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു. കോടതിയുടെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കേസായതുകൊണ്ട് കോടതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ, ഞങ്ങൾ അതിനത്രേ ഉള്ളൂ. നിയമപരവും രാഷ്ട്രീയമായി അത് ഞങ്ങൾ നേരിടുന്നു പറഞ്ഞ് അവിടെ കറക്റ്റായി ആ വഴിക്കാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അതിനപ്പുറമായി വരുന്ന ഒരു വിവാദങ്ങളെയും CPM-നെ ഒരു കാരണവശാലും ബാധിക്കുന്ന പ്രശ്നമില്ല. ജെയിൻ, പാർട്ടി ഭൂമി കയ്യേറിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന വിവാദങ്ങൾ എന്താണ്? ഭൂപതിവ് ചട്ട ഭേദഗതി നിയമം വരെ കൊണ്ടുവന്നു. ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മോത്തി, ശാന്തൻപാറയിലെ ഏരിയ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ CV വർഗീസ് മറുപടി നൽകിയിരിക്കുന്നത്. ഈ ഭൂമിക്ക് അല്ലെങ്കിൽ അവിടെ നിർമ്മിച്ച കെട്ടിടത്തിന് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം NOC നിഷേധിച്ചിരുന്നു. അതിൻ്റെ പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ NOC നിഷേധിക്കുന്നതിനായിട്ട് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ ഭൂമി പുറമ്പോക്ക് ഭൂമി അല്ലെങ്കിൽ റോഡ് പുറമ്പോക്ക് കയ്യേറിയാണെന്നും മറ്റ് നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് NOC അല്ലെങ്കിൽ നിർമ്മാണത്തിനുള്ള അനുമതി നിഷേധിച്ചത്. എന്നാൽ ആ കാര്യത്തിൽ ഇതുവരെ CPM-ന് ആ കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എപ്പോഴും പറയുന്നത് തങ്ങൾ ഭൂമി കയ്യേറിയിട്ടില്ല എന്നുള്ളതാണ്. 50 വർഷം മുമ്പ് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയാണ്. അതിനുശേഷം അവിടെ പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു. സംസ്ഥാന പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ആ പാർട്ടി ഓഫീസ് പൊളിച്ചു മാറ്റേണ്ടി വന്നു. അതിനെ തുടർന്നാണ് അവിടെ പുതിയ പാർട്ടി ഓഫീസ് പുനർനിർമ്മിച്ചത് എന്നുള്ളതാണ് CPM-ന്റെ ഒരു വാദം. ഇനിയിപ്പോൾ NOC നിഷേധിച്ച സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ നിർമ്മാണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതനുസരിച്ചാണ് CPM NOC-ക്കായി അപേക്ഷ നൽകിയത്. NOC നിഷേധിച്ച സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് CPM-ന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്യു കുഴൽനാടൻ MLA-യുടെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിൽ നിന്ന് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്.